ഇപ്പോൾ ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു സിനിമ വരാൻ നേരത്ത് എന്തൊക്കെ അതിലുണ്ട് എന്ന് നോക്കുന്നത്, അതായത് വേഷത്തിൻ്റെ വലിപ്പം, ആക്ഷൻ സീൻസ്, പ്രൊഡക്ഷൻ ഹൗസ്, ഇപ്പം എന്തൊക്കെയാണ് സിജുവിൽസൺ നോക്കുന്നത്? ഇപ്പോഴും പണ്ടും നോക്കിക്കൊണ്ടിരുന്ന പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ്. സ്പേസ് ഉണ്ട്. അത് ഒറ്റ സീനാണെങ്കിലും. ഇപ്പോൾ വരണ ആവശ്യമുണ്ടെന്ന് പറയുന്ന സിനിമ, അതിൽ 2 സീൻസേ വരുന്നുള്ളൂ എനിക്ക്. അത്രേ ഉള്ളൂ പരിപാടി. പക്ഷെ അതിൽ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. മനസ്സിലായോ? അത് നോട്ടീസ് ചെയ്ത പരിപാടിയാണ്. അതെ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തന്നെ. അൽഫോൺസ് എന്നാണ് അതിൻ്റെ അകത്ത് പേര്. വരണ ആവശ്യമുണ്ടിൽ യൂണിഫോം, പോലീസ് യൂണിഫോം ഇട്ട് കണ്ടിട്ടാണ് വിനയൻ സാർ എന്നെ നോട്ട് ചെയ്യുന്നത്. അതായത് യൂണിഫോം ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ബിൽഡായിട്ടുള്ള ഒരാൾ ആരാണ് എന്നുള്ള അന്വേഷിച്ചപ്പോഴാണ് ഇന്ന ആളാണെന്ന് മനസ്സിലാവുകയും അങ്ങനെയാണ് സാറ് എന്നെ പറ്റി അന്വേഷിക്കുന്നത്. കാരണം ഓരോ സിനിമകൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നോട്ടീസ് ചെയ്യും ആൾക്കാർ. അപ്പോൾ നല്ല നല്ല എന്താ പറയുക, പെർഫോം ചെയ്യാനുള്ള നല്ല നല്ല കഥാപാത്രങ്ങളും കാര്യങ്ങളും കിട്ടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആക്ഷൻ ഹീറോകൾ അത്ര കണ്ട് ആരാധിച്ച അച്ഛൻ മകനൊരു ആക്ഷൻ ഹീറോ ആയപ്പോൾ കാണാനില്ല എന്നുള്ളത് എപ്പോഴും ഫീൽ ചെയ്തു? പിന്നെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന നേരം എപ്പോഴും. അതിപ്പോൾ ആക്ഷൻ പടങ്ങളുടെ ഇത് മാത്രമല്ല, മേജർ മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നിയാണ്. കാരണം നമ്മളൊരു 10, 26, 27, 28 വയസ്സാകുന്ന സമയത്തൊക്കെയാണ് അപ്പന്മാരായിട്ട് കൂടുതലും കമ്പനിയാവുക. ഇപ്പോഴത്തെ ഇത് മാറി, ഇപ്പോഴത്തെ ജനറേഷനും കാര്യങ്ങളൊക്കെ മാറി. ഇപ്പോഴേ നമ്മളിപ്പോൾ ഞാനൊരു ഫാദറാണ്, അപ്പോൾ ഞാൻ ഇപ്പോഴേ കുട്ടികളുടെ അടുത്ത് ഭയങ്കര ജെല്ലായിട്ട് അങ്ങനെ കമ്പനിയായിട്ടാണ് പോകുന്നത്. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഇവനെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കി എന്തെങ്കിലും പണിക്ക് വിട്ടിട്ട് വേണം പപ്പയ്ക്കൊന്ന് ആക്ഷൻ പടമൊക്കെ കണ്ടിരുന്ന് റെസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത്രയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല കേട്ടോ പുള്ളി. അങ്ങനത്തെ ഒരു ആളായിരുന്നില്ല. എപ്പോഴും അടിയായിരുന്നു. എനിക്ക് നല്ല കിട്ടിയിട്ടുണ്ട്, നല്ല അടിയിട്ടുണ്ട്, ഒരുപാട് അടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ചെറുപ്പത്തിൽ. അന്ന് എപ്പോഴും അടിയിട്ടും. അപ്പന്മാർക്ക് പെൺകുട്ടികളോട് സ്നേഹം കൂടുതലാണെന്ന് പറയില്ല. അപ്പോൾ ചേച്ചീനെ ഭയങ്കര പൊന്നായിരിക്കലും എനിക്ക് മറ്റേ ഒലയ്ക്കും മട്ടലിനൊക്കെയാണ് അടിയിട്ടുണ്ട്. തലവഴിക്കൊക്കെ നല്ല കീറിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്നൊരു സ്റ്റേജിൽ നമ്മളൊരു 10, 26, 27, 28 വയസ്സാകുമ്പോഴത്തേക്കും അപ്പന്മാരായിട്ട് കമ്പനിയാവും. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അപ്പന്മാരുടെ കൂടെയൊക്കെ നമ്മളുണ്ട്. അവർ കമ്പനി അടിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ഒരുമിച്ച് വെള്ളമടിക്കുകയും അല്ലെങ്കിൽ കമ്പനി അടിച്ച് പോണേ എന്ന് പറഞ്ഞ് അങ്ങനെ. അതായത് പണ്ടത്തെ ഒരു രീതിയല്ല, ചെറുപ്പത്തിലുള്ള രീതിയായിരിക്കില്ല, മാറി അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു ടൈമൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. കാരണം ഫാദർ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു, അല്ലെങ്കിൽ പണ്ടത്തെ ഉണ്ടെങ്കിൽ പണ്ട് ഭയങ്കര ദേഷ്യമായിരുന്നു എന്നൊക്കെ ഉള്ളത് പറയണമായിരുന്നു. അങ്ങനത്തെ ഒരു സാധനം പറയാൻ പറ്റില്ല, പക്ഷെ അറിയായിരിക്കും. അറിയുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിലതുണ്ടല്ലോ. ഈ ഭാര്യ 3 വട്ടം കല്യാണം കഴിച്ചിട്ടില്ലേ? 3 വട്ടോ? 3 ആക്കിയോ? 2 വട്ടോടാ. 2 വട്ടം. 2 വട്ടം. 3 വട്ടമായിരുന്നു. രജിസ്റ്റർ മാരേജും കൂടി കുട്ടിക്കഴിഞ്ഞാൽ 3 വട്ടം കല്യാണം കഴിച്ചിട്ടില്ലേ? അതെന്താ കഥ? അത് കഥയൊന്നുമില്ല. നമ്മൾ 2 റിലീജിയൻ എന്നുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ശ്രുതി ഹിന്ദു ഫാമിലിയിൽ നിന്നാണ്, ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എനിക്കൊരു രജിസ്റ്റർ മാരേജ് ചെയ്യാനേ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. ശ്രുതിക്കും ഓക്കെ ആയിരുന്നു അതിൽ. പക്ഷെ എന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ കല്യാണം, വീട്ടിലെ കല്യാണം, പെൺകുട്ടിയുടെ കല്യാണം, അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ അവസാനത്തെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരു ഇമോഷണൽ അത്യാചാർ വന്നപ്പോൾ ആ സമയത്ത് ഓക്കെ എന്നാൽ 2 പേരെ ഹാപ്പി ആക്കിയൊക്കെ എന്നുള്ള രീതിയിൽ രാവിലെ എന്താ പറയുക, ഹിന്ദു റിച്വൽസ് പ്രകാരം കഴിഞ്ഞിട്ട് ക്രിസ്ത്യൻ പള്ളിയിൽ കെട്ടും കഴിഞ്ഞു. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് പരിപാടി ഞാൻ തീർത്തു. അധികം ബുദ്ധിമുട്ടിച്ചില്ല ആര്. കാരണം ഒന്നാമത് ശ്രുതി മുംബൈയിലായതുകൊണ്ട് അവിടുന്ന് ഫാമിലിയും റിലേറ്റീവ്സും എല്ലാവരും ഇങ്ങോട്ടേക്ക് വരണം. അപ്പോൾ അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് പരിപാടി തീർത്തു. രജിസ്റ്റർ ചെയ്ത്, കാരണം നമ്മൾ 2 റിലീജിയൻ ആയതുകൊണ്ട് സ്പെഷ്യൽ ആക്ട് പ്രകാരം നടക്കുള്ളൂ. അപ്പോൾ ഒക്ടോബറിൽ 3ാമത്തെ കല്യാണം കഴിച്ചു. അങ്ങനെ 3 പ്രാവശ്യം കല്യാണം കഴിച്ചു. ഫാമിലിയുടെ ഒരു മെൻ്റൽ സപ്പോർട്ട് ഉണ്ടല്ലോ നമുക്ക് തരുന്നത്, പടങ്ങളില്ലാത്ത സമയത്തും പടങ്ങളുള്ള സമയത്തും. അത് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? അല്ല, അവർക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അവർക്ക് അല്ലാതെ വേറെ വഴിയില്ലല്ലോ. എത്രത്തോളം എഫേർട്ട് ഇട്ട് അതിൻ്റെ പുറകെ നിൽക്കുക എന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഇപ്പം ആദ്യത്തെ സമയത്ത്, ഇപ്പോൾ മലർവാടി ചെയ്ത് കഴിഞ്ഞ സമയത്ത് റിലേറ്റീവ്സും ഫാമിലി മെമ്പേഴ്സും അതുപോലെ തന്നെ നൈബേഴ്സ് വരെ, കാരണം നമ്മൾ മുമ്പിൽ കാണുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും പരിചയമുള്ളവരാണ്, അടുത്തുള്ള വീട്ടുകാരും ഇതൊക്കെ. മമ്മിയെ കിടന്ന് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും കാണുന്നതാണ്, ഫാദറിലല്ലോ. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ഈ സിനിമയുടെ പുറകെ ഇങ്ങനെ കാള കളിച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ചിന്തയില്ല. വേറൊരു, അല്ലെങ്കിൽ കുടുംബം, ഫാമിലി, മമ്മി, സിസ്റ്റർ ഇവരൊക്കെ നോക്കണം എന്നുള്ള അങ്ങനത്തെ ഒരു ചിന്തയൊന്നും പോകുന്നില്ല. നമുക്ക് സിനിമ എന്തെങ്കിലും നേടണം എന്നുള്ളൊരു പരിപാടിയുടെ പുറകെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പേര് അങ്ങനത്തെ ഇത് പറഞ്ഞായിരുന്നു. നടക്കണമല്ലോ. അതായത് മലർവാടിയിലൊരിത് കിട്ടിയെന്നുണ്ടെങ്കിലും
അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമകൾ വരുന്നില്ല. അതെ. നമ്മളിങ്ങനെ ഓഡീഷൻ എന്ന് പറയുന്നത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഡയറക്ടേഴ്സിനെ പോയി കാണുന്നുണ്ട്, എന്നല്ലാതെ സിനിമ നടക്കുന്നില്ല. എല്ലാവരുടെയും ഒന്നാമത് സാധാരണക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ സാധാരണക്കാരാണല്ലോ ചുറ്റുമുള്ളത്, അപ്പോൾ അവരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സിനിമ കിട്ടി പിന്നെ പടപടപട ചെയ്യുന്ന സിനിമ എന്നുള്ള വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ബാക്ക് ടു ബാക്ക് സിനിമ ആയിരിക്കുന്നത്. പിന്നെ മാസം മാസമല്ല, അതായത് ഇന്നൊരു സിനിമ നാളെ സിനിമ മറ്റന്നാൾ സിനിമ അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ രീതിയിലാണ് എന്നെ മലർവാടി കഴിഞ്ഞപ്പോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും വഴി കൂടി പോകുന്നവരും, കടയുള്ളതുകൊണ്ട് തന്നെ എല്ലാവരെയും നന്നായിട്ട് അറിയാം. കാരണം എല്ലാവരുടെയും പറ്റും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കടയിൽ ഇരുന്നുണ്ട് ഒരുപാട്. ഞാൻ മാർക്കറ്റിൽ പോയി, പപ്പ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. മമ്മിക്ക് പറ്റുമ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി പച്ചക്കറികളും ഹോൾസെയിൽ സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് വന്നിട്ടാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നത്. ഞാൻ ഭയങ്കര ഫുഡിയാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം, ഫാദറിൻ്റെ കൂടെ ഞാൻ പോകുമായിരുന്നു മാർക്കറ്റിൽ സാധനങ്ങൾ എടുക്കാനായിട്ട്. പ്രധാനമായിട്ടും പോയിക്കൊണ്ടിരുന്നത് 5 മണിക്ക് എണീറ്റ് പോകണം. 5 മണിക്ക്, അതായത് 4 മണിക്ക് എണീറ്റ് റെഡിയായി ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മാർക്കറ്റിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ലോഡൊക്കെ വന്ന് ഈ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കണം. ഓരോന്നും നമ്മൾ കടയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓരോന്നും തിരഞ്ഞെടുത്ത്, അപ്പോൾ ഞാനങ്ങനെ പോയി തിരഞ്ഞെടുക്കുന്ന പരിപാടി. അത് കഴിഞ്ഞിട്ടൊരു 7 മണി 7:30 ആകുമ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. അവിടെ ബീഫ്, നല്ല ചൂടൻ ബീഫ് ഇങ്ങനെ തിളക്കണ്ടാവും, നല്ല എണ്ണ പത്തിരിയില്ലേ, നല്ല പത്തിരിയും പ്ലേറ്റിൽ. നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ കടയിലേക്കുള്ള സാധനങ്ങളും പരിപാടികളൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു 3 പത്തിരി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേളിലൊക്കെ ബീഫും ചാറും കൂടി ഇങ്ങോട്ട് കുഴിയാണ്. പത്തിരി ഇങ്ങനെ കുതിർന്നിട്ടുണ്ടല്ലോ, എടുത്തിങ്ങനെ വായിലേക്ക് വെച്ചിട്ട് പുള്ളിയരുത്, പുള്ളി ടേസ്റ്റാണ്. അത് കഴിക്കാനായിട്ടാണ് ഞാൻ പ്രധാനമായിട്ടും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് അങ്ങോട്ട്, അപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് വരാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഈ കൺസേൺ ആണ്, അതായത് ഒരുത്തൻ നേഴ്സിംഗും പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ പണിക്കും പോകുന്നില്ല, അല്ലെങ്കിൽ സ്കോപ്പുള്ളൊരു ഫീൽഡാണ്, പുറത്തേക്ക് പോകാൻ പറ്റും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ ജോലിക്ക് പോകാൻ പറ്റും. ഞാൻ പോയിട്ടുണ്ട് കേട്ടോ, ഇവിടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, 2 ആഴ്ച പോയിട്ടുണ്ട് ലേക്ക് ഷോറിൽ. അപ്പോൾ ഈ ഒരു കൺസേണും കാര്യങ്ങളൊക്കെ വന്നുന്ന സമയത്ത് ഇവരും ഇപ്പം മമ്മിയും ഒക്കെ ആണെന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയുന്നത് അവിടെ ജോലിക്ക് പോകുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് നേഴ്സിങ്ങിനോ, സിനിമ വിട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വൺസ് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നേരം സിനിമ അതിലാണൊരു ബ്രേക്ക് ത്രൂ കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു മുഴുനീള കഥാപാത്രം ഒരു സിനിമയിൽ കണ്ടത്, ഒരു ക്യാരക്ടറായിട്ട് സിനിമയിൽ രജിസ്റ്റർ ആവുന്നത്. അപ്പം ആ സമയത്ത് മമ്മി ഇവിടെ ഇല്ല, മമ്മി ദുബായിലാണ്. മമ്മി സിസ്റ്ററിൻ്റെ അടുത്ത് പോയേക്കാണ്. എന്നിട്ട് മമ്മി തിരിച്ച് വന്ന ശേഷമാണ് മമ്മീനെ ഞാൻ പത്മയിൽ കൊണ്ടുപോയി സിനിമ കാണിക്കുന്നത്. അന്ന് നേരം റിലീസായിട്ടുണ്ട്. മമ്മീനെ തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നില്ല ഫോട്ടോ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും വന്ന് ഷെയ്ക്ക് ഹാൻഡ് ഇടുന്നുണ്ട്, റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ പരിപാടികൾ. അപ്പം മമ്മി ഭയങ്കര ഹാപ്പിയാണ് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അവർക്ക് മനസ്സിലായി, പറയുന്നത് കുറച്ച് സീരിയസ് ആയിട്ടാണ് പരിപാടി പോയിക്കൊണ്ടിരിക്കണമെന്നുള്ളത് അവർക്ക് മനസ്സിലായപ്പോൾ ഒരു കൺസേൺ ആണ്. അതായത് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ജീവിതത്തിൽ എന്തെങ്കിലും നേടാനായിട്ട് സാധിക്കണം എന്നുള്ളൊരു കൺസേൺ ഉള്ളതുകൊണ്ടാണ്. കാരണം അവരൊക്കെ ജീവിച്ചത് ഞാൻ കണ്ടേക്കുന്നതാണ്, അത് അങ്ങനെയാണ് ജീവിച്ച് വന്നേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാവാനായിട്ട് അവർ ആഗ്രഹിക്കുമല്ലോ മക്കൾക്ക്. നമ്മളങ്ങനെയാണല്ലോ, എല്ലാവരും അങ്ങനെ തന്നെ. നമ്മുടെ മക്കൾക്ക് നമ്മൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളില്ല, അതെ, നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് പറ്റണം എന്നെല്ലാവരും ആഗ്രഹിക്കും. അപ്പോൾ ആ ഒരു കൺസേണും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് അവർ നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ വേറെ പണിക്കുമോ എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മുടെ ആഗ്രഹം, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് നമുക്കറിയുള്ളൂ. പ്രൂവ് ചെയ്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഫാമിലി തന്നെ ആയിരിക്കും. മനസ്സിലായത്? അതിപ്പോൾ ഒരു ഡൗൺഫോൾ ഉണ്ടായാലും, അല്ലെങ്കിൽ ഒരു ഭയങ്കര രീതിയിൽ ഹിറ്റ് അടിച്ച് നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിലും ഇവർ സപ്പോർട്ടീവായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും.